ഗൈസ്, ഞാനിവിടെ എത്തി. ചില സമയത്ത് ഞാൻ വിചാരിക്കും ചെയ്യണ്ട, ചില സമയത്ത് വിചാരിക്കും ചെയ്യാം. എന്തായാലും ഞാനിന്ന് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്, അവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ളത് ഒരു 10 minutes വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. യെസ് ഗായ്സ്, കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് വേറെ എവിടെയല്ല, നാച്ചുറൽസിലാണ്. കുറേ നാളിങ്ങനെ ആലോചിച്ചു ചെയ്യണോ ചെയ്യണ്ടോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിൽ ലാസ്റ്റ് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. इसमें भी वेराइटीज है, आप उसमें चौंकी हाईलाइट्स कर सकते हो, हाईलाइट्स कर सकते हो, बेबी हाईलाइट्स ऐसा है। आपका वो ब्लैक के साथ मिक्स होगा, जैसे कि वो कलर हो गया, वो जो आप चूज कलर किया वो होगा ब्लैक होगा, वो होगा तो आप യെസ് ഗൈസ്, ഞാനിന്ന് മുടിക്ക് കളർ ചെയ്യാൻ പോവാണ്. കുറേ നാളായിട്ടുള്ളൊരു എൻ്റെ ആഗ്രഹമായിരുന്നു മുടി ഒന്ന് കളർ ചെയ്യണം എന്നുള്ളത്. ചില സമയത്ത് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ചെയ്യേണ്ടെന്ന്, പിന്നെ ഞാൻ വിചാരിക്കും എന്തായാലും വളരുന്ന മുടിയല്ലേ ചെയ്തേക്കാന്ന്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ചെയ്യാന്നുള്ള ഒറ്റ മൈൻഡിൽ ഞാൻ നാച്ചുറൽസിലെത്തി. പുള്ളി എനിക്ക് ഹെയർ കളറിങ്ങിനെ കുറിച്ചിട്ടും ഏതൊക്കെ സ്റ്റൈൽസാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഏത് കളറാണ് എൻ്റെ ഫേസിന് സ്യൂട്ടാവുക എന്നുള്ളതിൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ये वाला डायरेक्ट हाईलाइट्स करेंगे 10% आपको फोटो देना 20%. ഫൈനലി ഞാൻ 2 കളർ ചൂസ് ചെയ്തു, ചോക്ലേറ്റ് ബ്രൗണും പിന്നെ ഒരു റെഡിഷ് വരുന്നൊരു കളറും. പക്ഷേ എനിക്കതിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏതാണ് എൻ്റെ ഫേസിന് സ്യൂട്ടാവുക എന്നുള്ളത്. 2 കളറും എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഒരു കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ചോക്ലേറ്റ് ബ്രൗണിനെക്കാട്ടിലും കുറച്ചുകൂടി സ്യൂട്ടാവുക ആ ഒരു റെഡിഷ് കളറാണെന്ന്. സോ അത് ചൂസ് ചെയ്തു. സോ ചെയ്യാൻ പോവാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു ഹെയർ വാഷ്. സോ അത് കഴിഞ്ഞു. കാരണം സ്കൂളിൽ നിന്ന് വന്നിട്ട് ഭയങ്കര ടയർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തണുത്ത വെള്ളം തലയിൽ വീണപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ ഇരുത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര കോൺഫിഡൻസിലിരിക്കുന്ന പോലെ ഉണ്ടാവും, പക്ഷേ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. ഞാൻ ചൂസ് ചെയ്ത കളറ് ശരിയാവോ, എൻ്റെ ഫേസിന് സ്യൂട്ടാവോ, ഇനിയിപ്പോൾ അത് മാറ്റി പറയണോ, മാറ്റി ചെയ്യിക്കണോ, ഇനിയിപ്പോൾ ഹെയർ കളർ ചെയ്യണോ, ഇവിടെ നിന്ന് എണീറ്റ് പോകണോ, ഇതൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഞാനൊന്ന് സെറ്റാക്കി കൊണ്ടുവരികയാണ്. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഹെയർ കളർ ചെയ്യുന്നതെന്ന്. പിന്നെ ഏതോ ഒരു നിമിഷത്തിൽ എനിക്കെങ്ങനെ ചെയ്യണമെന്ന് തോന്നി ചെയ്യാൻ വന്നു. ഈ ഒരു കളറാണ് എൻ്റെ മുടിക്ക് എനിക്കിപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനിത് ഇവിടെ നിന്ന് എണീറ്റ് ഓടിപ്പോയിട്ടുണ്ടാവുമായിരുന്നു. കാരണം ഈ ഒരു കളർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ മൈൻഡിലേക്ക് കൂടി ഓടിപ്പോകുന്ന സാധനം എന്ന് പറയുന്നത് ഈ കളർ വേണ്ടായിരുന്നു, മറ്റേ ചോക്ലേറ്റ് ബ്രൗൺ ആയിരുന്നു കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളതാണ്. ഞാനതായി പുള്ളിക്കാരനോട് ചോദിക്കുകയും ചെയ്തു നമുക്കിത് മാറ്റിയാലോ എന്ന്. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കുറച്ച് സമയം അത് ഡ്രൈ ആവാനൊക്കെ വെച്ചിട്ട് പിന്നെ വീണ്ടും അത് കഴുകി കളയാൻ വേണ്ടി പോയി. ഇപ്പോഴും എൻ്റെ മനസ്സ് ഏതോ ഒരു ലോകത്താണുള്ളത്. ഈ ഒരു ടൈമിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയോ എന്നൊരു സംശയം. ഉറങ്ങാൻ ചാൻസ് ഉണ്ട്, കാരണം നല്ല പ്രോസസ്സാണിത്. അങ്ങനെ 2ാമത്തെ ഹെയർ വാഷും കഴിഞ്ഞ് ഹെയർ നന്നായിട്ട് അതിലെ നനവൊക്കെ കളയാണ്. ഇപ്പം നമ്മൾ പോയിരിക്കുന്നത് മട്ടന്നൂരിൻ്റെ നല്ലൊരു തിരക്കുള്ള ഭാഗത്താണ്. നല്ലൊരു വ്യൂ ആയിരുന്നു. മട്ടന്നൂരിൻ്റെ നല്ല വൈകുന്നേരത്തെ തിരക്ക് ഞാൻ വളരെ കാമായിട്ട് ആസ്വദിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു വ്യൂ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല തിരക്കുള്ള സമയം. ഇനി പിന്നെ കൂടുതൽ ആലോചിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്ക് അങ്ങ് വിട്ടു.
പിന്നെ ഞാൻ എൻ്റെ മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പുള്ളിയുടെ നാടിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഡാർജിലിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡാർജിലിംഗ് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഡാർജിലിംഗിൽ കാലിംപോങ്ങിലാണെന്ന്. ഞാൻ പറഞ്ഞു കാലിംപോങ്ങിൽ ഞാൻ വന്നിട്ടുണ്ട്, അവിടെയുള്ള ഒരു കഫേയിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു ആർട്ട് കഫേ ആണോ എന്ന്. അപ്പോൾ എനിക്ക് ആ കഫേൻ്റെ പേരറിയില്ലായിരുന്നു, പക്ഷേ അതൊരു എസ്തെറ്റിക് വൈബിലുള്ളൊരു കഫേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തു. ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു യെസ് അത് ആർട്ട് കഫേയാണ്, അതിനടുത്താണ് പുള്ളിയുടെ വീട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ നാട്ടിൽ പോയ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ എൻ്റെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, പുള്ളി എന്നെ നല്ല കംഫർട്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ചോദിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരാളാണ്. ഫൈനൽ റിസൾട്ട് എനിക്ക് 100% ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. क्या करना पड़ेगा? मेंटेन कीजिए, मैं तो वही बोलूँगा अच्छे से മെയിൻറ്റെയിൻ. അभी ടൈം നെയ്യേ ഭയ്യ. എൻ്റെ മുടി നല്ല ഡ്രൈ ആണെന്നാണ് പുള്ളി പറഞ്ഞത്. സോ ഞാനതിൻ്റെ ടിപ്സൊക്കെ ചോദിക്കായിരുന്നു. പുള്ളി പറഞ്ഞു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്, അപ്പോൾ നല്ല ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹെയർ കളറിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗി എനിക്ക് തോന്നി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.